ബാബു, രണ്ട് വിഷയമാണ്. ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നതിലെ എല്ലാ പാർട്ടി കോൺഗ്രസുകാരെ പരിഹസിക്കുന്നു, CPM-കാരെ, ഇടതുപക്ഷക്കാരെ അത്രയേറെ കളിയാക്കുന്നു ഈ സിനിമയ്ക്കകത്ത്. ഒപ്പം ഈ പാകിസ്ഥാനിൽ നടക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കാണിക്കുന്നു, ഇസ്ലാം അനുകൂല സംഘടനകളെ വിമർശിക്കുന്നു. ഇതെല്ലാം അതിനകത്തുണ്ടല്ലോ. എന്നിട്ടും ആകപ്പാടെ പ്രതിഷേധവുമായിട്ട് വരുന്നത് സംഘപരിവാർ മാത്രമാണല്ലോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്തുണ്ട്. ഒപ്പം രണ്ടാമത്തെ ചോദ്യം, എല്ലാ മുഖ്യമന്ത്രിമാർ പോലും പിൻവാങ്ങുന്ന ED എന്ന് പറയുന്ന ഒരു വാള് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ പിന്നെ സിനിമാക്കാർ എന്ത് ചെയ്യും എന്നുള്ള ഒരു വിഷയം കൂടിയുണ്ട്. മറുപടി. നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തെയൊക്കെ വിമർശിച്ചുകൊണ്ട് എത്രയോ ഫിലിമുകൾ ഇറങ്ങി. അവിടെ ഒന്നും ED ചെന്നിട്ടില്ല, ED ഒരു ബഹളം ഉണ്ടാക്കിയിട്ടുമില്ല. ഇവിടെ തീർച്ചയായിട്ടും ശരിയാണ്, മോഹൻലാൽ എന്ന് പറയുന്നത് അദ്ദേഹം RSSന്റെ ആളാണെന്ന് എവിടെയും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. രാഹുൽ അങ്ങനെ പറയുന്നുണ്ട്, അത് രാഹുലിന്റെ വിശ്വാസമാണ്. ഞങ്ങളാരും മോഹൻലാൽ RSSകാരനാണെന്നോ RSSന്റെ ആളാണെന്നോ സംഘപരിവാർ വക്താവാണെന്നോ പറഞ്ഞിട്ടില്ല. മറിച്ച് മോഹൻലാൽ ഒരു നാഷണലിസ്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു നാഷണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമ, അതുകൊണ്ടാണല്ലോ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ അഭിനയിക്കുന്ന സിനിമ ഏതെങ്കിലും മതത്തോടോ ജാതിയോടോ മതവിഭാഗങ്ങളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തോടോ വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായ ഒരു സിനിമ ഇറങ്ങിയതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ അത് ഞങ്ങളാരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ സിനിമയോട്, മോഹൻലാൽ അഭിനയിക്കുന്ന ഈ സിനിമയോടുള്ള ഒരു എതിർപ്പ് സ്വാഭാവികമായിട്ടും ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ട്, ഇവിടെ ഇപ്പൊ നേരത്തെ CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികളൊക്കെ ഈ സ്വാതന്ത്ര്യത്തിന്റെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ വാതോരാതെയുള്ള വാറോലകൾ ഇങ്ങനെ എഴുതി പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. ആരാണ് പറയുന്നത്? CPM. ഏതിനെ കുറിച്ചാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യം. TP 51 ലെഫ്റ്റ് റൈറ്റും ഒക്കെ പല സിനിമാ കോട്ടകളിൽ നിന്നും ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിച്ചതിന്റെ ചരിത്രം ഈ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പാ അറിയാമോ CPM-ന്റെ സഖാവിന് മാറുച്ചാപ്പി എന്നുള്ളത്? 30 വർഷം ബംഗാൾ ഭരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടുമല്ല 80,000-ഓളം പൊളിറ്റിക്കൽ മർഡേഴ്സ് CPM-ന്റെ നേതൃത്വത്തിൽ നടത്തിയെന്നാണ് കണക്ക്. 80,000-ഓളം. അങ്ങനെയുള്ള വംശഹത്യ, ഹത്യകള് പോലെ പോലെ കൂട്ടഹത്യകൾ നടത്തിയിട്ടുള്ള ചരിത്രം പറയുന്ന എന്താണ് ഇതിന്റെ അടിസ്ഥാനം? എന്താണ് അടിസ്ഥാനം? അടിസ്ഥാനം എന്ന് പറയൂ. ഞാൻ പറയുന്നത് അല്ല, അടിസ്ഥാനം പറയൂ. നിങ്ങൾ വെറുതെ കള്ളം പറയല്ലേ? നിങ്ങളെ സ്ഥിരം പരിപാടിയായി കള്ളം പറയുന്നത്. ഏത് കോടതി കൊലക്കുറ്റം ചുമത്തി? ഏത് കോടതി? ആർക്കെതിരെ? നേതാക്കളല്ലേ ഇപ്പോ കോടതി കൊലക്കുറ്റം ചുമത്തി ജയിലിലടച്ച വിളിച്ച ജയിലിലേക്ക് ബംഗാളിലാണ് നിങ്ങൾ പറഞ്ഞത്. ആരുടെ പേരാ? ഏത് നേതാവിന്റെ പേരാ? 80,000 പേരെ കൊലപ്പെടുത്തിയ നിങ്ങൾ ഏത് നുണ ഫാക്ടറിയിൽ നിന്നാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത്? പച്ചക്കള്ളം പറഞ്ഞാൽ ഇടപെടേണ്ടി വരും. പച്ചക്കള്ളം പറഞ്ഞത് ഏത് നേതാവ്? ഏത് നേതാവ്? നിങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ് പറയൂ. 80,000 പേരെ ബംഗാളിൽ കൊലപ്പെടുത്തി CPM എന്ന സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ആധികാരികമായി നിൽക്കുന്നുണ്ടോ ഇല്ലയോ? ബംഗാളിന്റെ ചരിത്രം എടുത്ത് നോക്കുന്നത്. അതെ, ഏതാ ബംഗാളിന്റെ ചരിത്രം? ഏതാണ്? അതെ, 80,000 പേരെ കൊലപ്പെടുത്തിയ CPM-ന്റെ ചരിത്രം ഒന്ന് പറയാം. അത് പറയാതെ പോകാൻ കഴിയില്ല. നിങ്ങൾ പറയൂ. ബംഗാളിലെ നടന്ന പൊളിറ്റിക്കൽ മർഡർ, 80,000 പേരെ CPM കൊലപ്പെടുത്തി എന്നതിന്റെ അടിസ്ഥാനം എന്താണ്? കലാപങ്ങളിൽ. ഏത് കലാപം? ബംഗാളിൽ നടന്ന കലാപേത? 30 വർഷം കൊണ്ട് ബംഗാളിൽ നടന്ന കലാപേത? 30 വർഷം കൊണ്ട് കൊലപ്പെടുത്തിയ സംഖ്യയാണ്. 30 വർഷം കൊണ്ട് 80,000 പേരെയോ? നിങ്ങൾ ഏത് വിടുവായിത്തരമാണ് പറയുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? എന്ത് പച്ച കള്ളാണ് വിളിച്ചു പറയുന്നത്? അല്ല, എത്ര പേരെ കൊലപ്പെടുത്തി? ആരെ കൊലപ്പെടുത്തി? ആരെ വരെ? നിങ്ങൾ പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറ, നിങ്ങൾക്ക് പറയാനുള്ള മൊത്തം പറ. എന്താണ്? ഇങ്ങനെയാണോ? 80,000 പേരെ കൊലപ്പെടുത്തിയോ 30 വർഷം? എന്ത് പച്ചക്കള്ളം പറഞ്ഞാൽ പിന്നെ ഇടപെടില്ലേ? പച്ചക്കള്ളം പറഞ്ഞാൽ പിന്നെ ഇടപെടില്ലേ? നിങ്ങൾ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കും. പച്ചക്കള്ളം പറഞ്ഞാൽ അത് പിൻവലിക്കണം. ഒന്നുകിൽ അത് പിൻവലിക്കണം, അല്ലെങ്കിൽ അതിന്റെ വസ്തുത പറയാം. നിങ്ങൾ സ്റ്റാലിൻ കേട്ടോ? ഇനിയിപ്പോ സ്റ്റാലിനെത്തി, ബംഗാളിൽ നിന്ന് പോയി, ഇനി സ്റ്റാലിനെത്തി. ഇനി വേറെ എവിടെ പോകാനുണ്ടോ? ലാറ്റിൻ അമേരിക്ക പോകാനുണ്ടോ? ഇതൊക്കെ കുറെ കേട്ടു ആശാനെ, ഇതൊക്കെ കുറെ കേട്ടു. പച്ച കള്ളം ഇങ്ങനെ വിളിച്ചു പറയല്ലേ? ബംഗാൾ വിട്ടല്ലോ. അതിന്റെ ചരിത്രമൊന്നും പറയണ്ട. ശരി, മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ മലയാളികൾ കാണുന്നുണ്ട്. പൊളിറ്റിക്കൽ മർഡേഴ്സ് ആണ്, പൊളിറ്റിക്കൽ മർഡേഴ്സിന്റെ പാർട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ ചരിത്രമൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. നിങ്ങൾക്കൊരു ചരിത്രമില്ല. ഈ പറഞ്ഞതുപോലെ ചരിത്രത്തോട് ഒരു മമതയുമില്ല നമുക്കറിയാം കേട്ടോ.
നിങ്ങൾ ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ വിഷമാണ് RSS. നിങ്ങൾ ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ വിഷമാണ്. എപ്പോൾ നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തനം ഇല്ലാതാവുന്നു അന്ന് ഈ രാജ്യം രക്ഷപ്പെടും. നിങ്ങൾ ഈ രാജ്യത്തിനേറ്റ ഏറ്റവും വലിയ ക്ഷതമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ തിരിച്ചറിഞ്ഞു. രാജ്യവിരോധത്തിന്റെ പേരിൽ വിരോധിച്ചത് ജവഹർലാൽ നെഹ്റു. ആ ചരിത്രമൊക്കെ നമ്മൾ പറയും. ജവഹർലാൽ നെഹ്റുവിന്റെ കാര്യമല്ല. നിങ്ങൾ ബംഗാളിൽ പോയി സ്റ്റാലിനെ കണ്ടു, എല്ലാവരെയും പോയി. നിങ്ങൾക്ക് ഒരു സത്യവും പറയാനില്ല. പുറത്താക്കിയെന്തിനായിരുന്നു? ഓക്കെ, നമുക്ക് അല്ല സജീവ്, അത് പാട്ട് കേൾക്കാൻ കഴിയില്ല, ലേഖനങ്ങൾ കാണാൻ കഴിയില്ല. നിങ്ങൾക്ക് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട അതൊരു വലിയ വിഷയത്തിലേക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകളാണ്. ശ്രീ ആർ വി ബാബുവിന് പോകാനും സമയമായിരിക്കുന്നു. അത് മറ്റൊരു തരത്തിലേക്ക് ഞാൻ വിനുകിരത്തിലേക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒറ്റുകൊടുത്ത ആളുകളാണ് RSS കേട്ടോ. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഒറ്റുകൊടുത്തവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണ് നിങ്ങൾ. ഈ രാജ്യത്തെ യഥാർത്ഥ രാജ്യവിരുദ്ധരാണ് നിങ്ങൾ. ഓക്കെ, റൈറ്റ്, ശരി, ഓക്കെ. ആർ വി ബാബു ഏതായാലും അദ്ദേഹം പോകണം. ഞാൻ വിനുകിരത്തിലേക്ക്